അപ്പോൾ നമുക്കിന്ന് സാംസങ് ഡബിൾ ടെക്ക് റൈസിൻ്റെ ഡ്രംസ് എങ്ങനെ ക്ലീൻ ആക്കുക എന്നുള്ളത് നോക്കാം. ഞാൻ എൻ്റേതായ മെത്തേഡിലാണ് ക്ലീൻ ആക്കുന്നത്. പലർക്കും പല മെത്തേഡ് ഉണ്ടാവും. ആദ്യം നമ്മൾ CPU മെയിൻ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. സ്റ്റാൻഡിന്മേൽ അത് കറക്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം PPD 138 ആഡ് ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം കുറച്ച് ഫ്ലക്സും ആഡ് ചെയ്യുക. വീഡിയോ 3 ഘട്ടമായിട്ടായിരിക്കും ഉണ്ടാവുക. ആദ്യം നമ്മൾ ഡ്രമ്മിലത്തെ PPD കളയുക, രണ്ടാമത് ഗമ്മ് ക്ലീൻ ആക്കുക, മൂന്നാമത് നമ്മൾ റീഫിൽ ചെയ്തെടുക്കുക. PPDയും ഫ്ലക്സും ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയൊരു ബോളാക്കി എടുത്തതിന് ശേഷം എല്ലായിടത്തും ഒന്ന് മെല്ലെ, കൂടുതൽ പ്രസ്സാവരുത്. പ്രസ്സായാൽ ആ ഡ്രമ്മിൻ്റെ സൈഡിൽ ഡാമേജ് വരും. ആ ഡാമേജ് വന്നാൽ ബോളൊക്കെ ഷോർട്ടായിട്ട് IC റാം നമുക്ക് അതിൻ്റെ മുകളിൽ കറക്റ്റ് ഇരിക്കില്ല. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ബോളാക്കിയതിന് ശേഷം ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് തന്നെ ആ ഡ്രം ഇങ്ങനെ ക്ലീനായി വരുന്നത് നമുക്ക് കാണാം. കൂടുതൽ ഗമ്മുള്ള സ്ഥലത്ത് നമ്മൾ കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി, ക്ലിയറായി കിട്ടും. ഓവറായിട്ട് പ്രസ് ചെയ്യരുത്. വീണ്ടും വീണ്ടും പറയുന്നത് ഡ്രമ്മ് ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. ചെറിയ ആണ് നമുക്ക് മെയിനായിട്ട് കണക്ഷൻ വരിക. അപ്പോൾ കൂടുതലും കെയർഫുള്ളായിട്ട് ചെറിയ കറക്റ്റായിട്ട് ക്ലീൻ ആക്കാൻ നോക്കുക. വലിയ സിക്ക് അത്ര പ്രാധാന്യമൊന്നുമില്ല, ഫുള്ള് ഗ്രൗണ്ടാണ് വരിക. എന്നാലും പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കണം. ഇനി ഇതിലേതെങ്കിലും ഹോള് ക്ലീൻ ആയിട്ടില്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സോൾഡറിങ് ആയതിന് ക്ലീൻ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ PPD ഇങ്ങോട്ട് റിട്ടേൺ കിട്ടും. അതിന് ആ ഹോള് കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം ലിക്വിഡ് ഇടുക, നല്ല ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ലോണം വെയ്പ്പ് ചെയ്യുക. കറക്റ്റായിട്ട് നല്ലോണം വെയ്പ്പ് ചെയ്യണം. അപ്പോൾ ഏകദേശം അതിൻ്റെ ഉള്ളത്തെ ഫ്ലക്സും പിന്നെ മറ്റേ എന്തെങ്കിലും ഗമ്മൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് ക്ലീനായി പോരുന്ന രീതിക്ക് തന്നെ നല്ലോണം വെയ്പ്പാക്കുക. അപ്പോൾ ഏകദേശം ഫുള്ള് ക്ലീനാവും. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഗമ്മ് വരും. ആ ഗമ്മാണ് റിമൂവ് ആക്കേണ്ടത്. ഗമ്മ് നമ്മൾ ക്ലീൻ ആക്കാൻ, സെൻറ്ററിലെ ഗമ്മ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 11 ബ്ലേഡാണ്. ഗമ്മ് ക്ലീൻ ആക്കുമ്പോൾ നല്ല കെയർഫുള്ളി ക്ലീൻ ആക്കണം. ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹോള് ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അപ്പോൾ നല്ലോണം കെയർഫുള്ളി ക്ലീൻ ആക്കണം. പിന്നെ ചെറിയ സീൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ക്ലീൻ ആക്കിയാൽ മതി. ചെറിയ ആണ് നമുക്ക് കറക്റ്റ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നാകെ ഗമ്മ് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റൊക്കെ പോയിട്ട് ഈ ഹോളിൽ അടയും. അപ്പോൾ അത് ക്ലീൻ ആക്കി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരെ ചെറിയ സിക്ക് അവിടുന്ന് വലിയ സീൻ്റെ ഓപ്പോസിറ്റായിട്ട് ക്ലീൻ ആക്കുക. അതായത് വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് ഫുള്ള് ക്ലീൻ ആക്കുക. കൂടുതൽ ഡാമേജ് വരുത്തരുത് ICക്ക്. ജസ്റ്റ് ഒന്ന് വെയ്പ്പ് ചെയ്താൽ മതി, ഗമ്മ് ക്ലീൻ ആവും. അത് കെയർഫുള്ളി മൊത്തം ക്ലീൻ ആക്കിയതിന് ശേഷം ചെറിയൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അത് വെയ്പ്പ് ചെയ്യുക. ഇനി നമുക്കിതിൽ PPD ഫില്ല് ചെയ്യണം. അതിന് വേണ്ടി PPD എടുത്തിട്ട് ജസ്റ്റ് ഒരു ടിഷ്യൂവിൽ പ്രസ് ചെയ്ത് ഡ്രൈ ആക്കുക. കറക്റ്റായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. എല്ലാ ഭാഗത്തും ഫില്ലായിന്ന് ഉറപ്പ് വരുത്തണം. അതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് നല്ല പോലെ ഫുള്ള് PPD അതിൽ അപ്ലൈ ചെയ്യുക. കൂടുതലായിട്ട് പ്രസ് ചെയ്യണ്ട. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ചെറിയ ചെറിയ ഡോട്ടായിട്ട് വരും. അത് നമ്മൾ ഹീറ്റ് അടിക്കുമ്പോൾ അത് എക്സ്ട്രാ വേറെ പുറത്തൊരു ബോളായിട്ട് അത് ഷോർട്ടായി നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ പ്രസ് ചെയ്യാതെ ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പുറത്ത് കുറേ PPD എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് അത് ഫുള്ളായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഫുള്ള് സൈഡും എല്ലാ ഭാഗവും ക്ലിയർ ആക്കണം. കുറച്ച് PPD പോലും പുറത്ത് കാണാൻ പാടില്ല. പുറത്ത് PPD ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ ബോളായിട്ട് ഷോർട്ട് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനുള്ള ഇട വരുത്താതെ ഫുള്ളായിട്ട് നല്ലോണം ക്ലീൻ ആക്കി എടുക്കുക. പക്ക ഫുള്ള് ക്ലീനായി എന്നുള്ളത് കൺഫേം ആക്കിയതിന് ശേഷം വാട്ടർ ഗണ്ണിൽ ഹീറ്റും എയറും സെറ്റ് ചെയ്യണം. എൻ്റെ വാട്ടർ ഗണ്ണ് ക്യുക്കിൻ്റെ 816D എന്നുള്ള വാട്ടർ ഗണ്ണാണ്. അപ്പോൾ അതിൽ 350 ഹീറ്റും 50 എയറിലും ഇട്ടിട്ടാണ് ഞാനിത് റീഫിൽ ചെയ്യണത്. ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചു കൊടുക്കുക. ഒരേ സ്ഥലത്ത് തന്നെ ഹീറ്റ് അടിച്ച് പിടിക്കരുത്. അപ്പോൾ ഡ്രമ്മിന്ന് പുറത്തേക്ക് ബോൾ ചാടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് അടിച്ചതിന് ശേഷം മെൽട്ടാകുമ്പോൾ ഇതുപോലെയായിട്ട് കറക്റ്റ് വെച്ച് കൊടുത്താൽ മതി. കറക്റ്റായിട്ടത് റീഫില്ലായിട്ട് കിട്ടും. കൺഫേം ആയിട്ട് കറക്റ്റ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് റീഫിൽ ചെയ്ത് കിട്ടും. സിമ്പിൾ മെത്തേഡാണ് ഇത്. ഞാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ഉണ്ടാവും.